ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തകർന്ന സംഭവത്തിൽ GCDA അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. എഞ്ചിനീയറിംഗ് വിഭാഗം സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് GCDA പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്ന് അപ്രതീക്ഷിതമായി തകർന്നു വീണത്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞയിടയ്ക്കാണ് ഇത്തരത്തിലൊരു നവീകരണം ഉണ്ടായത് ഈ സ്റ്റേഡിയത്തിന്. ആ ഒരു വിവാദമായ നവീകരണത്തിന് പിന്നാലെ ഇപ്പോൾ ഗേറ്റ് തകർന്നു വീണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. അതിനു മുൻപ് സ്റ്റേഡിയത്തിലെ ചോർച്ച ഒരു വാർത്തയായിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? അമൽ, കഴിഞ്ഞ ദിവസമാണ് കലൂർ സ്റ്റേഡിയത്തിലെ കൂറ്റൻ ഗേറ്റ് തകർന്നു വീണത്. ഈ സംഭവത്തിൽ ഇപ്പോൾ GCDയുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് വിദഗ്ധ പരിശോധനയ്ക്ക് GCDA തയ്യാറായിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് GCDA കടക്കുക. ഇന്നലെ വൈകുന്നേരം 5:30-ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളിൽ ഒന്ന്, അതായത് കൂറ്റൻ ഗേറ്റാണ്. ആ അതിലൊരു പാളിയാണ് തകർന്നു വീണത്. ഭാരം താങ്ങാനാകാതെ പൊട്ടി വീണതാകാം എന്നുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയതിന് ശേഷം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് എന്താണ് യഥാർത്ഥ കാരണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ തന്നെ ഉണ്ടാകൂ. ബാനർജി റോഡിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടത്താണ് കവാടം നിർമ്മിച്ചിട്ടുള്ളത്. അതിനോട് ചേർന്ന് 2 കൂറ്റൻ പാളികളും നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊരു പാളിയാണ് ഇന്നലെ തകർന്നു വീണത്. തലനാരിഴയ്ക്കാണ് ഓട്ടോറിക്ഷ, അതുവഴി സമീപത്തുകൂടി സഞ്ചരിച്ചു പോയിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വലിയ ഭാരമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തന്നെ ഉയർത്താനായിട്ടും സാധിച്ചിരുന്നില്ല. നേരത്തെ ഇക്കാര്യത്തിൽ GCDA വലിയ പ്രതികരണത്തിലേക്കൊന്നും കടന്നില്ല. പക്ഷേ ഇന്ന് കാലത്താണ് വിദഗ്ധ പരിശോധന നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായിട്ട് GCDA വൃത്തങ്ങൾ സൂചന നൽകുന്നത്. വിദഗ്ധ പരിശോധന നടത്തി അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദമായിരുന്നു കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണം. മെസ്സി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റോ അഗസ്റ്റിനും ടീമും ഈ പറയുന്ന കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരിച്ചു. ആ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കവാടവും അതിനോട് ചേർന്ന് തന്നെ കൂറ്റൻ ഗേറ്റും നിർമ്മിച്ചത്. പക്ഷേ ആ ക്ലാമ്പിൽ നിന്ന് ഈ ഭാരം താങ്ങാനാകാതെ ആ ഗേറ്റ് തകർന്നു വീഴുകയായിരുന്നു. നേരത്തെ ചോർച്ച ഉൾപ്പെടെ വാർത്തകളായിട്ട് പുറത്തു വന്നതാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം വലിയൊരു ചോദ്യം ഉയരുന്നത്, ഇത്രയധികം നവീകരണം നടത്തിയെങ്കിൽ ബാക്കിയുള്ള നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏത് വിധത്തിലായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്നാലും GCDA ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് 10 മണിയോട് കൂടി ഈ ഒരു സ്ഥലം സന്ദർശിച്ച് അതിന്റെ പരിശോധന നടത്തും. ശേഷം അവർ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നൽകുമെന്നാണ് സൂചന. അമൽ, കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തകർന്ന സംഭവത്തിൽ GCDA അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗം സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് GCDA പറയുന്നത്. വിവരം നൽകുകയായിരുന്നു രേഷ്മ ബാബു.